രണ്ട് മക്കളെ രണ്ട് രീതിയിൽ കണ്ട എൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ ഇത്തരത്തിൽ മോശമാകാൻ കാരണം. 16 വയസ്സുകാരൻ കൗൺസിലിങ്ങിന് വന്നപ്പം പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ കുട്ടിയുടെ 4 വയസ്സ് വരെ കുട്ടിക്ക് വേണ്ട സ്നേഹം പരിഗണന ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു കുഞ്ഞു പിറന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലേക്കായി. ഈ കുഞ്ഞ് ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. എല്ലാവരും കടന്നു വരുന്നു. ഇതിനു മുമ്പ് ഈ കുഞ്ഞിനെ ലാളിച്ചിരുന്ന ആളുകളൊന്നും ഈ കുഞ്ഞിനെ അത്ര മെയിൻഡാക്കുന്നില്ല. റൂമിലേക്ക് പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ കുഞ്ഞിന് വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വന്ന് കുഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ജഗ് തട്ടി താഴെ വീണു. അമ്മ വന്ന് കുഞ്ഞിനെ അടിച്ചു. അങ്ങനെ കുഞ്ഞിന് മനസ്സിലായി, എന്നിലേക്ക് ശ്രദ്ധ കിട്ടണമെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ പിന്നീട് ആ കുഞ്ഞ് ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ആ കുഞ്ഞ് വികൃതിക്കാനായിട്ടുള്ള കുഞ്ഞായിട്ട് മാറി. പോകുന്ന വഴികളിലും കൂട്ടുകാർക്കിടയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അങ്ങനെ ഇവൻ ഒരു കൊള്ളരുതാത്തവനായിട്ട് മുദ്ര കുത്തപ്പെട്ടു. ഈ ലോകത്തേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ കുഞ്ഞിന് ആദ്യം വേണ്ടത് ശ്വസിക്കാനുള്ള വായുവാണ്. രണ്ടാമത് വേണ്ടത് മുലപ്പാലാണ്. മൂന്നാമത് വേണ്ടത് സൈക്കോളജിയിൽ അതിനെ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സ്ട്രോക്ക് എന്ന് പറയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കാറില്ലേ? ആ ചേർത്ത് പിടുത്തം ഏതൊരു ജീവജാലത്തിനും ആവശ്യമാണ്. തഴുകലും തലോടലും. ആ തഴുകളിലും തലോടലും ഇവരുടെ ഉറക്കമുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, ഇവരുടെ സങ്കടങ്ങളും മാറും. ഇത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പം ട്യൂൺ ചെയ്തിട്ടുള്ള ഇവരുടെ മൈൻഡ് സെറ്റിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിരുന്ന കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പം നെഗറ്റീവായിട്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ട്രോക്ക് വേണം. അങ്ങനെ ഇവർ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്നേഹം പരിഗണനയും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ തലോടലും തഴുകലും അവർക്ക് കൊടുക്കേണ്ട സ്ട്രോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക.